ദൈവത്തിന് സ്തോത്രം. എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സനാതനധർമ്മം എന്താണ് എന്ന വിഷയത്തെ ആധാരമാക്കിയെടുക്കുന്ന മൂന്നാമത്തെ ഒരു വീഡിയോയാണിത്. ആകയാൽ എല്ലാവരും ജാതി മതഭേദമന്യേ ഇത് ശ്രദ്ധിച്ച് കേൾക്കണമേ എന്ന് ഞാൻ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയായി എല്ലാവരോടും അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എടുത്ത ഹെഡിങ്ങിലെ മുഖ്യമായ ആ 4 വരി ആവർത്തിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാൻ ദൈവത്താൽ ശരണപ്പെടുന്നു. സത്യം സത്സു സദാധർമ്മം സത്യം ധർമ്മ സനാതനം സത്യമേവ നമസ്യേത സത്യം ഹീ പരമാഗതി സത്യം ധർമ്മസ്തപോ യോഗ സത്യം ബ്രഹ്മ സനാതനം സത്യം യക്ഷ പരപ്രോക്ത സർവം സത്യേ പ്രതിഷ്ഠിതം. ദൈവം തൻ്റെ സകലതും സത്യത്താൽ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ രൂപരേഖ തന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് സത്യത്തിൽ നിന്നുകൊണ്ട് വേണം സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും. ലോകത്തിൽ അങ്ങനെ ഒരു സൗകര്യങ്ങളെ നാം മനഃപൂർവ്വം നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ഒരുക്കിയെടുക്കേണ്ടത് ഇക്കാലത്ത് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. എന്താണ് സനാതനധർമ്മമെന്ന് ആ വരികളിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ആകയാൽ ഹിന്ദു എന്ന ഒരു ധർമ്മമുണ്ടോ? ഹിന്ദു ധർമ്മമെന്ന് പറയുന്ന ആ ധർമ്മമാണോ സനാതനം? ഇതാദ്യം അതിനെക്കുറിച്ച് അല്പം നമുക്ക് ചിന്തിക്കാം. ഞാൻ വേദങ്ങളൊക്കെയും പരിശോധിച്ച് നോക്കുമ്പോൾ ചിലത് അതിൽ വേദവ്യാസൻ്റെ വരമൊഴികളാകുന്ന 4 മഹാവേദങ്ങളിൽ എങ്ങും ഹിന്ദു എന്നോ ഹിന്ദുസ്ഥാൻ എന്നോ ഹിന്ദുക്കളെന്നോ ഒരു പദപ്രയോഗവും കൊടുത്തിട്ടില്ല. ആകയാൽ ഹിന്ദുവിൻ്റെ വേദം എന്നൊരു വേദം അങ്ങനെ പറയാനില്ല. ഇനി ക്രിസ്ത്യാനികളുടെ വേദമുണ്ടോ എന്ന് സെപ്പറേറ്റ് ഉണ്ടോ എന്ന് നോക്കി ബൈബിളിൽ നോക്കി ഇത് ക്രിസ്ത്യാനികളുടെ വേദമാണെന്ന് അങ്ങനെ ഒരിടത്തും ബൈബിളിലും എഴുതിയിട്ടില്ല. വേദം ആർക്കൊക്കെ വേണം? ബ്രഹ്മവേദം സർവസച്ചിദാനന്ദ രൂപം സച്ചിദാനന്ദ രൂപമിതം സർവം. ഇതാണ് വേദത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വരി. ബ്രഹ്മവേദം സർവസച്ചിദാനന്ദ രൂപം സച്ചിദാനന്ദ രൂപമിതം സർവം. ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ്, വേദമെന്ന് പറഞ്ഞാൽ അറിവ്, ആ ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ, ഹോളി. ആ ഹോളി വൺ, വിവൗട്ട് ദ നോളേജ് ഓഫ് ഹോളി വൺ, ആ പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം, ആ അറിവ്, അതുതന്നെയാണ് സകലവിധ സത്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും രൂപം എന്ന് ഈ വരികളിൽ നിന്ന് വ്യക്തമാകുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. നിത്യജീവൻ ഉണ്ടെങ്കിലല്ലേ നിത്യമായിട്ട് സന്തോഷിക്കാനാകൂ. സർവസച്ചിദാനന്ദ രൂപം, സകലവിധ സത്യത്തിൻ്റെ ആനന്ദത്തിൻ്റെയും രൂപം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, പരിജ്ഞാനം, ഏകസത്യദൈവമായ ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. ആ അറിവിൽ ആരെ അറിയുന്നു എന്ന വചനം ചൂണ്ടിക്കാണിക്കുന്നു. അതാണ് ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ഇനി ദൈവം എത്ര ആളുണ്ട്? ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഏകോ ദേവ. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടും ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഏകോ ദേവ സർവതമേഷു ഗൂഢ. ഒരേ ദൈവമേ ഉള്ളൂ, സർവരിലും ഗൂഢമായി, ഹൈഡത്ത് എന്ന് പറഞ്ഞാൽ ഒളിച്ച് പാർക്കുന്നു, വസിക്കുന്നു. സർവവ്യാപി, സർവ സ്ഥലങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ദൈവം. ഇന്ന് ഭൂമണ്ഡലത്തിൻ്റെ ഉപരിഭാഗത്ത് വായു എങ്ങനെ വ്യാപിച്ചിരിക്കുന്നുവോ, എവിടെ ചെന്നാലും ഓക്സിജനുണ്ട്, ഇല്ലേ? ജീവവായു എവിടെ ചെന്നാലുമുണ്ട്. ജീവവായു ഇല്ലാത്ത ഒരു സ്ഥലം ഭൂമിയിലില്ല. അതുപോലെ തന്നെ അങ്ങനെയെങ്കിൽ ദൈവം പറയുന്നു, ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് ബൈബിൾ പറയുന്നു എങ്കിൽ സനാതനധർമ്മ പുസ്തകത്തിലെ, അതായത് പുരാണങ്ങൾ എഴുതിയിരിക്കുന്ന വചനം
പ്രകാരമാണ് പറയുന്നത്. യേകോ ദേവ സർവധമേഷു ഗൂഢക സർവോവ്യാപി. അത് ആകാശത്തിൻ്റെ ഉപരിതലത്തിൽ എവിടെ പോയാലും, മേളിലോട്ട് ആകാശത്തിൻ്റെ ഉയരം ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ആ ഭൂമിയുടെ അധോഭാഗത്തിൽ പോയാലും, സമുദ്രമധ്യേ പോയാലും, ഹിമാലയത്തിൻ്റെ അഗ്രത്തിങ്കൽ പോയാലും, എവിടെ പോയാലും ദൈവ സാന്നിധ്യം ഉണ്ടെന്ന്. അതുകൊണ്ട് സർവവ്യാപി എന്ന് പറയുന്ന ദൈവത്തെ അന്വേഷിച്ച് അല്ലെങ്കിൽ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് ഒരു നിശ്ചിത സ്ഥലത്ത് തന്നെ പോയാലേ ആകൂ എന്നൊന്നും ഈ വാക്യങ്ങളിൽ നിന്നും നമുക്ക് അറിയില്ല, പറയാനാവില്ല. കാരണം നിൽക്കുന്ന നിപ്പിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവമേ എന്നൊരു വിളിച്ച് ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് വിളിച്ചാൽ ദൈവം ഉത്തരം പറയും. വിളിച്ചു നോക്കുക, ഉത്തരം പറയുന്നവനുണ്ടോ എന്ന് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ആമേൻ. സർവവ്യാപി സർവഭൂത അന്തരാത്മാ, എല്ലാ ജീവികളുടെയും ഉള്ളത്തിൽ ആത്മാവായിട്ട് വസിക്കുന്നുവെന്ന്. അത് മാത്രമല്ല, കർമ്മ അധ്യക്ഷ, പ്രവൃത്തിയിൽ വലിയവൻ, അധ്യക്ഷ സ്ഥാനത്തിരുന്ന് പ്രവർത്തിക്കുന്നു. ഹി സൂപ്പർവൈസത്ത് എന്ന സകലത്തെയും അധ്യക്ഷസ്ഥാനത്തിരുന്നും കൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവം. അനൗൺസ്മെൻറ്റ്, അതായത് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. അധ്യക്ഷനല്ലേ വിളിച്ചു പറയുന്നു, ഇന്നാരിന്നത് ചെയ്യുക, ഇന്നത് ചെയ്യുന്നു, ഇന്നാരിന്നത്. പ്രവൃത്തിയിൽ വലിയവൻ, അതാണ് കർമ്മധ്യക്ഷ. ഇനി സർവഭൂത അധിവാസക, സകല ജീവികളോടും കൂടെ വസിക്കുന്നു. ഹൈഡത്ത്, ഇത് സീക്രട്ടായിട്ടായിരിക്കുന്നത്. അതിന് സാക്ഷി, സകലതും കണ്ടുകൊണ്ടിരിക്കുന്ന ട്രൂ ഐ വിറ്റ്നസ്. സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, വിശ്വസ്ത സാക്ഷി, ദൈവത്തിൻ്റെ വിശ്വസ്ത സാക്ഷി, അതാണ് സാക്ഷി. അടുത്ത് ചേതോ കേവലോ നിർഗുരാശ്ച, ഛേദം വരാത്തതും ഒരിക്കലും അവസാനിക്കാത്തതും ഒരു മനുഷ്യരുടെയും ഉള്ളത്തിൽ നിന്നത് മായ്ക്കാൻ പറ്റാത്തതുമായ ഒരു ഏക ദൈവ സാന്നിധ്യം സകല മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ ദൈവം വച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ്? അയം ആത്മബ്രഹ്മ, ഞാൻ ആത്മാവാണ്, പരിശുദ്ധനാണ്. അതുമാത്രമല്ല, സർവേ കൽവിതം ബ്രഹ്മൻ, സകലത്തിലും ബ്രഹ്മൻ, കൽവിതം ബ്രഹ്മൻ, അത് സകലത്തിലും പരിശുദ്ധമായിട്ട് വിളങ്ങുന്നു. അടുത്തത് ഏവ മ ആത്മ അന്തർഹൃദയ ഏതത് ബ്രഹ്മ, ഏവ മ ആത്മ അന്തർഹൃദയ ഏതത് ബ്രഹ്മ. എല്ലാ ഹൃദയങ്ങളിലും ആത്മാവായിട്ട് ശോഭിക്കുന്ന ഒരു പ്രഭയുണ്ട്, ജീവപ്രകാശമായിട്ട് ദൈവം ഈ ഉള്ളത്തിലിരിക്കുന്നു. അത് മാഞ്ഞു പോകുമ്പോഴാണ് മനുഷ്യൻ മരിച്ചു. ആ മാഞ്ഞു പോകുമ്പോൾ അത് ശരീരത്തെ വിട്ടു പോകുമ്പോഴാണ് മനുഷ്യന് ഇന്നാരും മരിച്ചു പോയി, ആ വ്യക്തി പിന്നെ പോയി, പിന്നെ അവിടെ കിടക്കുന്നത് വ്യക്തിയുടെ ശരീരമാണെന്നേ പറയൂ, ആ വ്യക്തിയുടെ ബോഡി. അതുകൊണ്ട് സകല മനുഷ്യരിലും ആത്മാവായി വസിക്കുന്നത് ഒരേ ദൈവമാണ്. ആ ദൈവം ജീവനാണ്, ജീവപ്രകാശധാരനാണ്, ആത്മാവാണ്, ആത്മചൈതന്യം നൽകുന്നവനാണ്. ചിലർ പറയുന്നുണ്ട്, അഹം ബ്രഹ്മാസ്മി, നമ്മളെല്ലാം ബ്രഹ്മങ്ങളല്ലേ. നമ്മളെല്ലാം ബ്രഹ്മങ്ങളല്ല, ബ്രഹ്മാംശികളാണ്. എല്ലാം ബ്രഹ്മമെന്ന് പറഞ്ഞാൽ പരിശുദ്ധമെന്നാണ്, ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ എന്നാണ്. ബ്രഹ്മ അംശികളാണ് നമ്മൾ. ആ കാരണം ഏകോദേവ സർവതമേഷു ഗൂഢഃ എന്ന് പറഞ്ഞ ശേഷം വീണ്ടും പറയുന്നു, ഏകസ്തദാ സർവഭൂത അന്തരാത്മാ, ഒരേ ദൈവം തന്നെ, ഒരേ അവസ്ഥയിലിരിക്കുന്ന ദൈവം സകല ജീവികളുടെയും ഉള്ളിൽ ആത്മാവായിട്ട് ഭൂത അന്തരാത്മാ എന്ന് പറഞ്ഞ ശേഷം രൂപം രൂപം പ്രതിരൂപോപഭൂവ, അത് ഒരാളിൻ്റെ മേലുള്ള ഒരു രൂപം, ഞാൻ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. രൂപം രൂപം പ്രതിരൂപോപഭൂവ, എന്നെ കാണുന്നവൻ ദൈവത്തിൻ്റെ പ്രതിരൂപത്തെ കാണണം, നിങ്ങളെ കാണുന്നവർ ദൈവത്തിൻ്റെ പ്രതിരൂപത്തെ കാണണം. ഞാനൊരു വ്യക്തിയെ നോക്കിയാൽ ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്ന് ഞാൻ മനസ്സിലാക്കണം. വേറൊരു വ്യക്തി, ഒരുവൻ മറ്റൊരുവനെ നോക്കിയാൽ ജാതി മതഭേദമന്യേ ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്നും ദൈവ ബ്രഹ്മ അംശം നമ്മുടെ ഉള്ളത്തിൽ ഹൃദയത്തിൽ ആത്മാവായിട്ട് ചൈതന്യമായിട്ട് ഗൂഢമായിട്ട് വസിക്കുന്നു എന്നും
ഓർമ്മ ഉണ്ടെങ്കിൽ വെട്ടാനും കുത്താനും ഒന്നും ആരും പോകില്ല. എന്താണ് ധർമ്മം? ഹിന്ദുവിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞൊരു വേദം ഒരു ധർമ്മമുണ്ടോ? ക്രിസ്ത്യാനിയുടെ ധർമ്മം എന്ന് പറഞ്ഞൊരു ധർമ്മമുണ്ടോ? ഇല്ല. അഹിംസ പരമോധർമ്മം എന്ന അഹിംസ പരമോധർമ്മം. കൊല ചെയ്യാതിരിക്കുന്നതാണ് പരമമായ ധർമ്മം. അതിനേക്കാൾ വലിയ ധർമ്മം എന്താ ഉള്ളത്? ദൈവം പറഞ്ഞ് കൊല ചെയ്യരുത്. അപ്പോൾ ചോദിക്കും, എല്ലാവരും കൊല ചെയ്തിട്ടില്ലേ? എല്ലാ വേദങ്ങളിലും ഇല്ലേ? ഉണ്ട്. ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ചെയ്യാൻ മനുഷ്യൻ ബാധ്യസ്ഥനായിരുന്നു എങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അപ്പം ചെയ്യരുത്. ഒരു ആർമി കമാൻഡർ ഷൂട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുൻപേ നിൽക്കുന്ന അണികൾ ഷൂട്ട് ചെയ്യണം. അതാണ് കമാൻഡറും ആ ഭടന്മാരും തമ്മിലുള്ള ബന്ധം. അതേ കമാൻഡർ അല്പം കഴിയുമ്പോൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ അതേ ആർമിക്കാർ, അതേ ഫൗജികൾ ബാധ്യസ്ഥരാണ്. കമാൻഡർ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ പിന്നെയും ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്നാൽ കമാൻഡറിൻ്റെ കമാൻഡിങ്ങിനെ അവർ അനുസരിക്കുന്നില്ല എന്ന് സാരം. ദൈവം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം, ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്. സ്റ്റോപ്പ്. ഇന്നും ചെയ്തുകൊണ്ടിരിക്കാനുള്ള കാലമല്ല, കാലം തികഞ്ഞു. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടാതെ എല്ലായിടത്തും എല്ലാവരും ഇപ്പോൾ മനസ്സാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് ദൈവം കൽപ്പിക്കുന്നുവെന്ന്. ബ്രഹ്മൈവേദം സർവസച്ചിദാനന്ദരൂപം സച്ചിദാനന്ദരൂപം ഇതം സർവം. സകല ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, പരിജ്ഞാനം, അതുതന്നെ സകലവിധ സത്യത്തിൻ്റെ ആനന്ദത്തിൻ്റെയും രൂപമെന്ന കർത്താവേശു പറഞ്ഞത്. അതുകൊണ്ടാണ് ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു, എവർ ലാസ്റ്റിംഗ് ലൈഫ്. അപ്പോൾ ഹിന്ദു ധർമ്മം എന്നൊരു ധർമ്മമില്ല, ഹിന്ദു വേദമെന്ന് പറഞ്ഞൊരു വേദവുമില്ല. ഹിന്ദു എന്ന പദം വന്നത് എങ്ങനെയാണ്? സിന്ധ് എന്ന പ്രവിൻസിയിൽ നിന്നും വന്നതാണെന്നും ആദ്യമേ ഞാൻ പറഞ്ഞു. എങ്കിലും ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു, സിന്ധ് എന്ന സമവെളിയിൽ നിന്നും ആര്യരും പാർസികളും മുഗളരും കടന്നു വരുമ്പോൾ അവർ സിന്ധ് എന്ന പ്രോവിൻസിയിൽ കൂടി എന്ന സമതലത്തിൽ കൂടി നടന്നു വരവേ സിന്ധ് എന്ന് പറയുന്നതിന് ഹിന്ദെന്നും സിന്ധു എന്ന നദിക്ക് ഹിന്ദു നദി എന്നും അവർ പേർ വിളിച്ചു. അങ്ങനെയാണ് സിന്ധ് എന്നുള്ളത് ഹിന്ദെന്നും സിന്ധു എന്നതിന് ഹിന്ദു എന്നും പേരായത്. അനേകരോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ ഹിന്ദു എന്ന പദം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ മർമ്മം. അപ്പോൾ പിന്നെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? അത് വേ ഓഫ് ലൈഫ്. ഹിന്ദു സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള മാർഗം. ജീവിതത്തിനുള്ള മാർഗം സ്വീകരിച്ചിട്ട് ജീവൻ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ ഒക്കുമോ? ബി കെയർഫുൾ. ജീവിതത്തിലുള്ള മാർഗമാണ് ഹൈന്ദവ ധർമ്മമെങ്കിൽ ദ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ ജീവൻ്റെ മാർഗം എവിടെ കിടക്കുന്നു? സത്യം സത്സു സദാധർമ്മം സത്യമേവ. ഈ സത്യമല്ലാതെ വേറൊരു മാർഗമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കെ ജീവൻ്റെ മാർഗമേതാ? ഇവിടെ പ്രാതിനിധ്യം കൊടുക്കേണ്ടത് ജീവിതത്തിനല്ല, ജീവനാണ്, പ്രാണൻ. ആ ജീവപ്രകാശമായി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവും പ്രാണനുമാകുന്ന ആ ചൈതന്യത്തിന് വേണം വീണ്ടെടുപ്പും രക്ഷയും ആവശ്യമായിരിക്കുന്ന. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മാത്രമല്ല പാപമില്ലാത്ത മനുഷ്യനില്ല. നമ്മളൊക്കെ പാപികളാണോ? നമ്മളൊക്കെ ബ്രഹ്മങ്ങളല്ലേ? നമ്മൾ അഹം ബ്രഹ്മാസ്മിയല്ലേ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന അക്ഷര ഗുരുക്കന്മാരുണ്ട്, ആത്മീയ ഗുരുക്കന്മാരെന്ന് വേഷം കെട്ടിയിരിക്കുന്നവരുണ്ട്. അവരറിയാതെ ആത്മീയരെന്ന് പറയുക. പക്ഷേ ആത്മീയത പകവച്ചുകൊണ്ട് ചെയ്താൽ അതൊന്നും ആത്മീയത അല്ല. എല്ലാവരും ദൈവാംശങ്ങളാണ്, ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളാണ്. അപ്പോൾ രൂപം പ്രതിരൂപോവ പൂവ എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു, സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിരിക്കുന്നതിന് എന്താ തെറ്റ്? ആത്മാവായിട്ട് ഉള്ളിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ രൂപം പ്രതിരൂപങ്ങളാകുന്ന രൂപത്തെ ഏറ്റുവാങ്ങിയിട്ട് ഓരോ മനുഷ്യനും, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, സഞ്ചരിക്കുന്ന എല്ലാം കൂടെ ചേരുമ്പോഴാണ് ദൈവത്തിൻ്റെ പൂർണ്ണത വ്യക്തികളിൽ വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ആകയാൽ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറയുന്നത്, സ്വരൂപം പുറമേ ഉള്ളത് സാദൃശ്യം, 100 വിധമായ അദൃശ്യങ്ങൾ ഉള്ളത്തിലിരിക്കുന്നു. അതാണ് ആത്മാവ്.
അതാണ് ബ്രഹ്മ എന്ന് പറയുന്നത്, അതാണ് ചൈതന്യം, അതാണ് ജീവൻ, അതാണ് പ്രാണൻ. അതിൽ നിന്നും കൊണ്ട് നമ്മുടെ ശരീരം എന്തൊക്കെ പ്രവൃത്തി ചെയ്യുന്നു, ഇന്നർ വർക്ക് എന്തൊക്കെ നടക്കുന്നു, നമ്മൾ കാണുന്നു, കേൾക്കുന്നു. ഈ അകത്തെ ശരീരത്തിൻ്റെ ഓരോ ഇന്നർ പാർട്ടും ഏതെല്ലാം വിധത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ കാണുന്നില്ല. അതാണ് സാദൃശ്യം. 100 വിധമായ അദൃശ്യങ്ങളെ ഒരു ദൃശ്യത്തിനുള്ളിൽ ആക്കി ഇങ്ങനെ ദൈവം മനുഷ്യനെ രൂപത്തിലും തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അതാണ് പരമമായ സത്യം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു നമ്മുടെ ശരീരമെന്ന് വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവത്തിൻ്റെ മന്ദിരം, ദൈവം വസിക്കാൻ ഇച്ഛിക്കുന്ന മന്ദിരമാണ് മനുഷ്യ ശരീരങ്ങൾ. ഇതിനെയാണിന്ന് മനുഷ്യൻ ഘോരഘോരം അടിക്കുന്നു, തെരുവുകളിൽ നടത്തുന്നു, ഏതൊക്കെയോ നാമത്തിന് വേണ്ടി ജയ് വിളിപ്പിക്കുന്നു. എന്തുദ്ദേശത്തിലാണ്? തന്നിൽ ഉള്ള സാന്നിധ്യത്തെ, പരമമായ സാന്നിധ്യത്തെ ഗ്രഹിച്ചറിയാതെ മറ്റുള്ളവരെ കൊണ്ട് താൻ തന്നെ പാപം ചെയ്യിപ്പിക്കുകയും തങ്ങൾ തന്നെ പാപത്തിന് അധീനരായി തീരുകയും ചെയ്യുന്ന മനുഷ്യന് ആത്മരക്ഷ വേണം. മനുഷ്യനിൽ പാപമില്ലേ? നമുക്ക് പാപമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഈ വരികൾ പ്രാർത്ഥസ്നാന മന്ത്രത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നു: മനസ വാസ കർമ്മണ ഹസ്തഭ്യാം ദേഹിനാം പാവിനാം. മനസ വാസ കർമ്മണ, വിചാരത്താലും വാക്കിനാലും പ്രവൃത്തിയാലും, ഹസ്തഭ്യാം എൻ്റെ കൈകളും, ദേഹിനാം എൻ്റെ പ്രാണനും എൻ്റെ ആത്മാവും, പാവീനാം ഞാൻ പാപത്തിൽ മുഴുകിക്കിടക്കുകയാണ്. അതാ മനസ വാസ കർമ്മണ ഹസ്തഭ്യാം ദേഹിനാം പാവീനാം. അടുത്തത് പാപോഹം, ഞാൻ പാവിയാണ്. പാപ കൺമോഹം, കൺമോഹങ്ങളാൽ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. പാപാത്മാ, എൻ്റെ ആത്മാവ് പാപസംബന്ധമായി കിടക്കുന്നു, മുഴുകിയിരിക്കുന്നു. പാപസംഭവ, ഞാൻ പാപത്തിൽ ജനിച്ചിരിക്കുന്നുവെന്ന. ആ ജനിക്കുമ്പോൾ ഒരു കുഞ്ഞും ഒരു പാപവും ചെയ്തിട്ടല്ല ജനിക്കുന്നത്. പക്ഷേ ഒരു കുഞ്ഞമ്മയുടെ ഉദരത്തിൽ ഗർഭസ്ഥ അവസ്ഥയിലിരിക്കുമ്പോൾ അമ്മ ചെയ്യുന്ന പാപ സ്വഭാവങ്ങൾക്കും അമ്മ വിചാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും നോട്ടത്തിലുമുള്ള പാപ സ്വഭാവങ്ങളുടെ അംശം ആ ശിശു ഏറ്റുകൊണ്ടാണ് വളരുന്നത്. ആ അംശത്തെ ഏറ്റുകൊണ്ട് വളരുന്നത് കൊണ്ടാണ് ജനിക്കുന്ന ശിശു ജനിച്ച് മാസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ കയ്യിലിരിക്കുന്നതിന് എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങനെ പിടിച്ചെടുത്താൽ എന്ന് പറഞ്ഞ് അടിക്കുന്നു, എന്തൊക്കെ എടുത്ത് എറിയുന്നു. അതൊക്കെ ആ ദേഷ്യം കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദേഷ്യം പ്രകടമാക്കുന്നത്? ഇത് പാപ അംശം ഉള്ളിൽ കിടക്കുന്നു. ആ കുഞ്ഞ് പാപം ചെയ്തിട്ടല്ല, കുഞ്ഞിൻ്റെ അമ്മയിൽ നിന്നും പ്രാപിക്കുന്ന, അപ്പന്മാരിൽ നിന്നും പ്രാപിക്കുന്ന ആ അംശം കുഞ്ഞിൽ വളർന്നു 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 വരും. പിന്നെയാണ് പാപം ചെയ്യുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ചെയ്യുന്ന തെറ്റിനെ നമ്മൾ ആരും കണക്കിടുന്നില്ല. അവർ പാപമില്ല. അതുകൊണ്ട് കർത്താവ് യേശു പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരായിട്ട് വേണം സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ, അല്ലാതെ കടക്കാനാവില്ല. അതുകൊണ്ടാണ് സത്യം പരമാഗതി എന്ന് പറഞ്ഞിരിക്കുന്നത്. വേറെ വഴിയില്ല. ഒന്ന്, ഏതു മനുഷ്യനും ഒരിക്കൽ ജഡത്തിൽ ജനിച്ച് ആത്മാവിനാൽ ഒരു വീണ്ടും ജനനം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷകർ എല്ലാം കൊട്ടിഘോഷിക്കുന്നതും പ്രസംഗിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല എന്ന് അവർ ഘോരഘോരം പ്രസംഗിക്കുന്നതും പലരിൽ നിന്നും അത് പീഡനം ഏറ്റുവാങ്ങുന്നതും എന്നാലും പിന്മാറാത്തതുമായ ആ മർമ്മം, ഈ ഒരു മഹത്വ സത്യം നമ്മളെ വിളിച്ചറിയിച്ച് ദൈവ തമ്പുരാൻ തന്നിരിക്കുന്നത് കൊണ്ടാണ്. ഋഷിവര്യ സന്യാസിമാർ അവരുടെ ഉള്ളത്തിൽ തെളിഞ്ഞതിനെ എഴുതി വെച്ചു. അത് ഗ്രന്ഥങ്ങളായിട്ടും പലർക്കും എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാതെ മൂടി വച്ചിരിക്കുന്ന അവസ്ഥയിൽ ഇന്നും ഇരിക്കുന്നു എങ്കിൽ നാം സകല മനുഷ്യരിലും അരിഷ്ടർ. ദൈവത്തിൻ്റെ സ്തോത്രം. ആകയാൽ ഈ വേദങ്ങളെ ഈ സർവപാപ ഇതെല്ലാം പറഞ്ഞിട്ട് മനസാവാസ കർമ്മണ ഹസ്തഭ്യം ദേഹിനാം പാവിനാം, പാപോഹം പാപ കൺമോഹം പാപാത്മ പാപസംഭവ എന്ന് പറഞ്ഞിട്ട് ത്രാഹിമാം പുണ്ടരികാംക്ഷ സർവപാപ ഹരീഹരെ. ആകയാൽ ഭഗവാനെ, ദൈവമേ, ഒരമ്മ ത്രാഹിമാം പുണ്ടരികാംക്ഷ, ഒരമ്മ
ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്ന ആ വാത്സല്യത്തോടുകൂടെ, ആ സ്നേഹത്തോടുകൂടെ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും ഹരി രക്ഷകനേ ഹരേ എന്നെ രക്ഷിക്കൂ. ഇതാണ് പ്രാർത്ഥസ്നാന മന്ത്രത്തിൽ ചൊല്ലുന്നത്. ഏത് ദൈവം രക്ഷകനായിട്ട് വന്നു? ആര് രക്ഷിക്കും? ആത്മാവിനെ, പ്രാണനെ വീണ്ടെടുത്ത് പ്രാണൻ്റെ ഉടയവനായ ആത്മബ്രഹ്മൻ്റെ അടുക്കൽ ഫലമേൽപ്പിപ്പാൻ സ്വയം ഒരു യാഗം അർപ്പിക്കാതെ ഒരു വ്യക്തിക്കും സാധ്യമല്ല. ആ പരമയാഗത്തിൻ്റെ വിലയായി ആരെങ്കിലും വന്ന് രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനം ഇല്ല. അങ്ങനെ വന്ന ഒരേ ഒരു വ്യക്തിയെ ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ ഉള്ളൂ, കർത്താവായ യേശു. എല്ലാ സ്ഥലത്തും പോയി തിരഞ്ഞുകൊള്ളുക. വേദപുസ്തകം നല്ല വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, മറ്റൊരുത്തൻ രക്ഷയില്ല. ഏകോ ദേവ, ഒരേ ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു യേശു തന്നെ എന്ന് ഇത് എല്ലാവർക്കും വിശ്വാസയോഗ്യമെന്നും എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അഹിംസ പരമോധർമ്മ, അഹിംസ, കൊല ചെയ്യാതിരിക്കുന്നതാണ് പരമമായ ധർമ്മം. ഇവിടെ പെണ്ണിന് വേണ്ടിയും മണ്ണിനു വേണ്ടിയും യുദ്ധം ചെയ്തുകൊണ്ട് കിടന്നാൽ അത് ധർമ്മമല്ല. അതൊക്കെ ജീവിതത്തിലുള്ള ധർമ്മങ്ങളാണെന്ന് നമുക്ക് പറയാനാകും. ദൈവം മനുഷ്യനേക്കാൾ വലിയ ധർമ്മം ചെയ്യുന്ന ദൈവം, മനുഷ്യൻ ശരീരത്തിൻ്റെ രക്ഷയെ നോക്കുമ്പോൾ ദൈവം അവൻ ആത്മാവിൻ്റെ രക്ഷയെ നോക്കുന്നു. ഭൂമിയിൽ നിങ്ങൾ പരദേശികളും വന്നു പാർക്കുന്നവരും അത്രേ. ആരൊക്കെ പരദേശികൾ? വന്നു പാർക്കുന്നവർ, ടെമ്പററിലി ഇവിടെ വസിക്കുന്നവർ. അതാണ് ഓരോ നിശ്ചിത സമയങ്ങൾക്ക് ശേഷം ഇങ്ങനെ മരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും വരും, അല്പകാലം ജീവിക്കും, പോകും. അപ്പോൾ പെർമനൻ്റ് സ്ഥലം എവിടെ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഫ്രം വെയർ വി കം, നമ്മൾ വന്നത് എവിടെ നിന്നാണ്? ഇപ്പോൾ താമസിക്കുന്നത് ഈ ഭൂമിയിലാണെന്നറിയാം. ഭൂമിയിൽ നിങ്ങൾ പരദേശികളും വന്നു പാർക്കുന്നവരുമെന്ന ഈ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലോ നെയ്യാറ്റിൻകരയിലോ അല്ലെങ്കിൽ തൃശ്ശൂരിലോ പാലക്കാടോ കണ്ണൂരിലോ ബാംഗ്ലൂരോ മൈസൂരോ ഡൽഹിയോ അമേരിക്കയോ ഇന്ത്യയോ റഷ്യയോ യൂറോപ്പോ അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ പ്ലേസിനെ വെച്ചിട്ടല്ല പറഞ്ഞത്. ഭൂമിയിൽ നിങ്ങൾ പരദേശികളും വന്നു പാർക്കുന്നവരെന്ന്. എവിടെ നിന്ന് വന്നു? ആ പരമമായ ബ്രഹ്മൻ്റെ അടുക്കൽ നിന്ന് ഏതോ ഇച്ഛയാൽ നമ്മൾ വരപ്പെട്ടു. ഇപ്പോൾ നമുക്കതറിയില്ല. പക്ഷേ ഈ അവസ്ഥയിൽ നിന്നും ഒരു വീണ്ടെടുപ്പ് പ്രാപിച്ചാൽ നമ്മൾ അറിയുന്നു. അത് ചിലർ പറയുന്നു ഒരുപാട് ജന്മങ്ങൾ എടുക്കണം, ചിലർ പറയുന്നു മുജ്ജന്മം എടുക്കണം, ചിലർ പറയുന്നു 7 ജന്മം എടുക്കണം. അതിനെക്കുറിച്ചൊരു ശ്ലോകത്തിൻ്റെ ചില വരികൾ ഓർമ്മ വരുന്നു. പുനരഭി ജനന പുനരഭി മരണ പുനരഭി ജനനി ജഡരേ ശയന. വീണ്ടും ജനനവും വീണ്ടും മരണവും, ഇങ്ങനെ വീണ്ടും ജനിക്കണം മരിക്കണം. അങ്ങനെ ഉള്ളവൻ ജഡരേ ശയന എന്ന. ഇന്നും ജഡത്തിൽ ഉറക്കമായിരിക്കുന്നു, ആത്മാവ് ഉണർന്നിട്ടില്ല. ഇവിടെ ആത്മാവ് ഉണർന്നിട്ടില്ല എന്ന് സാരം. അതുകൊണ്ടാണ് സത്യത്തെക്കുറിച്ച് ഈ ഒരു പാട്ട് പാടുന്നുണ്ടല്ലോ, ഈശ്വർ ഹി സത്യ ഹേ സത്യ ഹി ശിവ് ഹേ ശിവ് ഹി സുന്ദർ ഹേ. എന്നിട്ട് പറയുന്നു ജാഗോ ജീവൻ സത്യം ശിവം സുന്ദരം. കേട്ടിട്ടുണ്ടല്ലോ. ഈശ്വരൻ സത്യവാനാണ്, സത്യമാണ്. ഈശ്വർ സത്യ ഹേ സത്യ ഹി ശിവ് ഹേ. ശിവ് എന്ന് പറഞ്ഞാൽ സ്നേഹം. അതാണ് അൻപ്, തമിഴിൽ അൻപെന്ന് പറയും. അൻപേ ശിവം. അപ്പോൾ ഈ ദൈവം സ്നേഹമാണ്, ദൈവം സത്യവാനാണ്, സത്യം സ്നേഹമാണ്. ആ സ്നേഹം ശിവ് ഹി സുന്ദർ ഹേ. ആ സ്നേഹം സുന്ദരമാണ്. ദൈവം സ്നേഹവാനാണ്, സ്നേഹം സുന്ദരമാണ്. അതുകൊണ്ട് ഈശ്വരൻ
ജീവനും ശ്വാസവും സ്വരവും ആരിൽ നിന്നും പുറപ്പെട്ടുവോ, ആർ അതിന് സ്വന്തക്കാരൻ ആയിരിക്കുന്നുവോ, അവൻ സാക്ഷാൽ ഈശ്വരൻ. ആ എന്ന അക്ഷരത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ നിന്ന് വന്നു? ജീവനാകുന്ന ദൈവത്തിങ്കിൽ നിന്ന് വന്നു. അക്ഷരബ്രഹ്മ, അക്ഷരം ബ്രഹ്മമാണ്, ശബ്ദം ബ്രഹ്മമാണ്, ശബ്ദത്തിലെ വാക്യം ബ്രഹ്മമാണ്. അതുകൊണ്ട് വാക്യോ ബ്രഹ്മ ശബ്ദോ ബ്രഹ്മ ശബ്ദാക്ഷര പരബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നത് അക്ഷരം ബ്രഹ്മമാണ്, ജീസസ്. അതാണ് വചനം. ഒരു വചനം എടുത്താൽ, ഒരു വാക്യമെടുത്താൽ അതിൽ വാക്കുകളുണ്ട്, അക്ഷരമുണ്ട്. ഒരു വാക്യമുണ്ടാകണമെങ്കിൽ വാക്കുകൾ വേണം. വാക്കുകൾ ഉണ്ടാകണമെങ്കിൽ അക്ഷരം വേണം. അക്ഷരമുണ്ടാകണമെങ്കിൽ സ്വരം വേണം. സ്വരമുണ്ടാകണമെങ്കിൽ ജീവൻ വേണം, ശ്വാസം വേണം. ശ്വാസമുണ്ടാകണമെങ്കിൽ ജീവൻ വേണം. ആ ജീവനിൽ നിന്നുമാണ് ശ്വാസവും, ശ്വാസത്തിൽ നിന്ന് സ്വരവും, സ്വരത്തിൽ നിന്ന് അക്ഷരവും, അക്ഷരം വാക്കുകൾക്ക് വ്യക്തത കൊടുക്കുന്നു, വാക്കുകൾ വാക്യങ്ങൾക്ക് വ്യക്തത കൊടുക്കുന്നു. വെറും ശബ്ദമായിട്ട് വന്നാൽ വ്യക്തതയില്ലാതാകും. അതുകൊണ്ട് ദൈവം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. ദൈവം വചനമാണ്, ദൈവം ആത്മാവാണ്, ദൈവം ബ്രഹ്മമാണ്, ദൈവം പരിശുദ്ധനാണ്, ദൈവം സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സ്വയംഭൂവാണ്. ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ധർമ്മം, ദൈവധർമ്മം മുകളിലോട്ട് പോകണമെങ്കിൽ ദൈവം അനുശാസിക്കുന്ന ധർമ്മം വേണം ചെയ്യാൻ. അതാണ് 10 കൽപ്പനകളെ ദൈവം കൊടുത്തു. ആ 10 കൽപ്പനകളിൽ വ്യഭിചാരം ചെയ്യരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്നും കൂടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഈ കൽപ്പനയേക്കാൾ വലിയ ധർമ്മം വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ ഒക്കുമോ? ഒരുപാട് ധർമ്മം കൊടുത്തു. 10 കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്ന ധർമ്മത്തിൽ അല്ലാതെ അതിനേക്കാൾ വലിയ ഒരു ധർമ്മമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരാം. നോക്കാം. ആർക്ക് വേണമെങ്കിലും ഇതിനെ പ്രവർത്തിക്കുക, ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ പരിശ്രമിക്കണം. വേറെ ഉണ്ടോ? 10 കൽപ്പനകളിൽ ഉള്ള ധർമ്മമല്ലാതെ മറ്റേതെങ്കിലും ധർമ്മമായിട്ട് അതിനേക്കാൾ വലുത് ഉണ്ടെങ്കിൽ കാണിച്ചു തരിക. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് രാവണൻ അറിഞ്ഞിരുന്നു എങ്കിൽ സീതയെ മോഹിക്കില്ലായിരുന്നു. അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന് കൗരവരും അറിഞ്ഞിരുന്നു എങ്കിൽ പാണ്ഡവരുദ്ധനം ആഗ്രഹിക്കുകയില്ലായിരുന്നു. കൊല ചെയ്യരുത് എന്ന് ഇവരെല്ലാവരും അറിഞ്ഞിരുന്നു എങ്കിൽ ആരെയും കൊലയും ചെയ്യില്ലായിരുന്നു. ദുർസംഭവങ്ങൾ ഉണ്ടാകുകയുമില്ലായിരുന്നു. ആകയാൽ കൽപ്പന വിശുദ്ധമാണ്. കൽപ്പന ഒരു ദീപവും അതിൽ നിന്ന് വരുന്ന ഉപദേശം ഒരു വെളിച്ചവും അതിൽ നിന്ന് വരുന്ന പ്രബോധനങ്ങൾ ജീവൻ്റെ മാർഗവുമാണെന്ന് വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവൻ്റെ മാർഗവുമാകുന്നു. ആ ജീവമാർഗം കാട്ടിത്തരാൻ ഒരുവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഭൂമിയിൽ മനുഷ്യൻ്റെ ഇടയിൽ നിന്ന് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം. പീലാത്തോസിൻ്റെ മുമ്പിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്നു. സത്യതൽപരനായവനൊക്കെ എൻ്റെ വാക്ക് കേൾക്കും. ഗ്ലോറി. ആകയാൽ ഈ കേട്ട വചനങ്ങളെ വേദപുസ്തകങ്ങൾ എല്ലാവരും വായിക്കണം. വേദങ്ങളൊന്നും ഒരു കൂട്ടർക്ക് വേണ്ടി എഴുതിയതല്ല, ഹിന്ദുവിനെന്നോ ക്രിസ്ത്യാനിക്കെന്നോ വേണ്ടി എഴുതിയതല്ല ഒരു വേദങ്ങളും. സർവമാനവരാശിക്കും വേണ്ടി എഴുതിയതാണ്. വിശേഷാൽ ബൈബിളിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി നിന്ന് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: സർവ്വ മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതാണ് സത്യം, സദാധർമ്മം. ആ മഹാസന്തോഷത്തെ ഇന്ന് വരെ സുവിശേഷം എന്ന് പറഞ്ഞ ലോകത്തിലെ ഒരു മനുഷ്യരുടെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ വിശേഷത്തെ സുവിശേഷമെന്ന് ആരും പറയുന്നില്ല. കാരണം സുവിശേഷം ഒന്നേ ഉള്ളൂ, അത് കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ളതത്രേ. ആ നാമധേയനെ അണിഞ്ഞുകൊണ്ട്, ആ നാമധേയത്തിൻ്റെ ബ്രഹ്മാത്മശക്തിയെ ഒന്ന് അണിഞ്ഞുകൊണ്ട് ഒന്ന് വിളിച്ചു പറയാമോ? ദൈവം എൻ്റെ തുണ. ദൈവാത്മാവിനാലല്ലാതെ ഒരു മനുഷ്യനും നന്മ ചെയ്യുവാനാകില്ല. ആകയാൽ ദൈവ അംശം നമ്മുടെ ഉള്ളിലുള്ളതിനെ ഒന്ന് ഉണർത്തുക. ജാഗോ എന്ന് പറഞ്ഞിരിക്കുന്നു. ജീവന് സത്യ ഈശ്വർ ഹി സത്യ ഹേ, സത്യ ഹി ശിവ ഹേ, ശിവ ഹി സുന്ദർ ഹേ. ജാഗോ ജീവന് ആ ഉള്ളിലിരിക്കുന്ന ഒന്ന് ഉണർത്തുക.
വചനത്തെ ഉള്ളിൽ ഗ്രഹിച്ച് അതിനെ വചനമാകുന്ന വിത്ത് കൊണ്ട് ഉള്ളത്തിലിരിക്കുന്നവൻ ഒരാത്മമനുഷ്യൻ ഉളവാകട്ടെ. ദൈവം അതിനെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. കേട്ട എല്ലാ വചനങ്ങളെ ഓർത്ത് നിങ്ങളെല്ലാവരും ഒരിക്കൽ സമർപ്പിച്ച് ദൈവത്തോട് നന്ദി പറയുന്നു. കേട്ടിരിക്കാൻ നിങ്ങൾക്കും ദൈവം മനസ്സ് തന്നതിനായി ദൈവത്തിന് സ്തോത്രം. എല്ലാവരും കേൾക്കുക. ഇതിനെ അറിയാതിരിക്കുന്നവരിലേക്ക് ഇതിനെ പകർന്നു കൊടുക്കുക. അനേകർക്ക് ഇത് പ്രയോജനമാകട്ടെ. ജീവൻ്റെ വെളിച്ചമാകുന്ന യേശുവിൻ്റെ വചനം നമ്മുടെ ഉള്ളങ്ങളിൽ പ്രകാശിക്കട്ടെ. അതിനാൽ എല്ലാവരും ശാന്തി മാർഗം സ്വീകരിക്കുമാറാകട്ടെ, പ്രാപിക്കുമാറാകട്ടെ. ദൈവം എല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.